എന്ത് സംഭവം അറിയോ? അതായത് ബസ് നിർത്തിയില്ലെന്ന് എന്നിട്ടുണ്ടല്ലോ ഈ പെണ്ണിന് അവള് പറഞ്ഞ സ്റ്റോപ്പിലാണോ അവൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിലാണോ അതോ നിർത്തേണ്ട സ്റ്റോപ്പിലാണോ എന്ന് അറിയത്തില്ല. ഒരു സ്റ്റോപ്പിൽ നിർത്തണമെന്നാ പറഞ്ഞത്. എവിടെയോ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വണ്ടി. അപ്പൊ അവര് പറഞ്ഞു അവിടെ സ്റ്റോപ്പ് ഇല്ലെന്ന്. സ്റ്റോപ്പ് ദ ബസ്. അപ്പൊ സ്റ്റോപ്പ് ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് അടിയായി. അവൾ അതിനകത്തിരുന്ന് ഹാമർ എടുത്ത് സൈഡിലത്തെ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ചെന്നാ പറയുന്നത്. 25,000 പെറ്റി അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. വാ സച്ച് എ ബ്രേവ് ലേഡി. No young girl, angry young girl with a headset on her. Joseph Alexi. Joseph Alexi. ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടോ ഒരു അങ്ങനെയൊക്കെ ഇങ്ങനെ? അത് കമ്പ്യൂട്ടർ എടുത്ത് അടിക്കുന്നവരുണ്ടായിരുന്നല്ലേ? അത് കമ്പ്യൂട്ടർ അല്ല, അവിടെ ചുറ്റി കണ്ടെടുത്ത് റിപ്പർ മോഡലാന്ന് പറഞ്ഞു. അടിച്ച് പൊട്ടിച്ച്. അപ്പൊ എല്ലാവരുടെയും പെണ്ണെ ചീത്ത വിളിക്കുക. ഇതിപ്പോ സമാധാനം ചീത്ത വിളിച്ചോലെ ഉള്ളൂ. എന്നാന്നറിയോ, അങ്ങനെ ഒരു സംഭവത്തില് ആ കൊച്ചു അത്രയും വയലന്റ് ആണോന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ മനസ്സിലാവാത്ത ആളുകൾക്ക്. ആ കൊച്ചിനെ കൊണ്ട് 27 പെറ്റി അടിച്ചത് ഓക്കെ, അതിന് കൗൺസിലിംഗ് കൊടുക്കണം, ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. അത് നോർമൽ ബിഹേവിയർ അല്ലല്ലോ. അതിന് കുഴപ്പമുണ്ട്. ബസ്സാണോ? അപ്പൊ കേറിയിട്ട് അത് നിർത്തണമെന്ന് പറഞ്ഞ് നിർത്തിയില്ലാന്ന് പറഞ്ഞപ്പോ കമ്പ്യൂട്ടർ എടുത്ത് ചില്ലടിച്ച് പൊട്ടിക്കണമെങ്കിൽ ആരായിരിക്കും? നമ്മൾ കണ്ടിട്ടില്ല ചില നമ്മുടെ ഭയങ്കര അഗ്രഷൻ പ്രദേശത്ത് ചില ആങ്കർ മാനേജ്മെന്റ് പറ്റാത്ത ആൾക്കാർ ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. കുറെ കാലം മുമ്പ് കള്ളുടിയന്മാരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. കലിപ്പന്മാരുണ്ടാവും. കലിപ്പൻ. ഇത് കലിപ്പി അല്ലത്. ഈ കലിപ്പനുള്ള പ്രശ്നം. അത് കലിപ്പന്റെ പ്രശ്നം എന്തുവാ? അവൻ ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അഗ്രസീവ് ആയതുകൊണ്ട് കലിപ്പന്റെ കലിപ്പം കൊണ്ട് കലിപ്പന വഴി അങ്ങോട്ട് ഉരിപ്പാൻ പറ്റും. വട്ടാന്ന് മനസ്സിലാവില്ല. കലിപ്പി ഇങ്ങോട്ട് നോർമൽ അല്ലെന്ന് മനസ്സിലാവും. പെട്ടെന്ന് മനസ്സിലാവും. അസമം ആണുങ്ങൾ മറ്റേ സാധനം എടുത്ത് കാണിച്ചാൽ അല്ലെങ്കിൽ ദേഹത്ത് എട്ടോ മുട്ടോ ചെയ്താൽ അത് പെട്ടെന്ന് മനസ്സിലാവും പെണ്ണുങ്ങൾക്ക്. പക്ഷെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് മുട്ടിയാൽ അത് ആണുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എവിടെയെങ്കിലും ആണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കി കണ്ടിട്ടുണ്ടോ? പെണ്ണ് തട്ടിമുട്ടി ഇല്ല. ആണുങ്ങൾക്ക് സെൻസേഷൻ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ് മുട്ടല്ല സെൻസേഷൻ. ചില ആണുങ്ങൾക്ക് അങ്ങനെ സെൻസേഷൻ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടോ വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കുഞ്ഞിനെ ചുമ്മാ മുട്ടി നോക്കി. അവിടെ ഉണ്ട് ജി സ്പോട്ട് ഉണ്ട് അവിടെ. അത് ശരിയാ, എവിടെ തൊട്ടാലും അല്ലേ? അത് ശരിയാ കേട്ടോ. എന്റെ മുടിയെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പിടിച്ചിട്ട് സലോണി പോയപ്പോഴേ ഒരുത്തം പിടിച്ച് വലിച്ചിട്ട് ഒരു കമ്പിയായി. അത്ര കമ്പിയാ എനിക്ക്. ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു പശുവിന്റെ പാല് വന്ന് എന്റെ പുറകിലടിച്ചു. അപ്പോഴും എനിക്കും കമ്പിയായി. അയ്യോ ഒന്നും പറയാം. അതുപോലെ തോന്നി. മനസ്സിലായോ? വിപ്പ്. അതുപോലെ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോഴേ കണ്ടത്തിലിറങ്ങി. ചെളിക്കകത്തൂടെ ചവിട്ടി നടന്നപ്പോ ഉണ്ടല്ലോ സീക്രസ്കല്ലിനെ വരെ സംഭവിച്ചു. ഇങ്ങനെ ചവിട്ടില്ല നമ്മള് ചെളിക്കകത്ത്. ശീക്രം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാം. അതിനിടയില ഇവിടുമാര് ബസ്സേ കിടന്നതൊക്കെ ചില്ലടിച്ച് പൊട്ടിക്കുന്നത്. കണ്ടത്തിറങ്ങി ചെളി കൂടെ നടന്നാൽ പോരെ അല്ലേ? ചെളിയിലിറങ്ങി നടക്ക്. ആ പ്രശ്നമൊക്കെ തീർന്നു. അത്രയൊക്കെ ഉള്ളത്. ഇത് വലിയ ഇഷ്യൂ ഒന്നും അല്ല. പക്ഷെ നമ്മുടെ ഇഷ്യൂവിനെ നമ്മൾ തിരിച്ചറിയാതെ അവിടെ ഇവിടെയൊക്കെ പോയി അവന്റെ ചെളി മാറ്റി ചാണകമാക്കി അറിഞ്ഞില്ലേ? അയ്യോ ചെളി എടുത്ത് കളഞ്ഞാരാണ്. മിക്സ് അല്ല, ചാണകം മാത്രമാക്കി. ഇനിയിപ്പോ അടുത്ത റൗണ്ട് ഞാൻ ചാണകം മാറ്റിട്ട് വേറെ കണ്ടൊക്കെ കയറ്റാൻ പോകുന്നത്. എന്റെ ഓട ക്ലീൻ ചെയ്യുന്ന വെള്ളം കണ്ടെടുത്ത് ഒഴിക്കും. അവിടെ ഓടയെന്ന് മാറി ഒഴിക്കും. അഖിൽമാരായതുകൊണ്ട് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനൊന്നും ഇല്ല. അപ്പൊ കുട്ടി ചെയ്യേണ്ട കാര്യം ഞാനീ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ചെളിയിൽ ഇറങ്ങി നടക്കുക, അതും അല്ലെങ്കിൽ വല്ല പശുവിന്റെ പുറകിലോ എല്ലാം വാങ്ങി പാലിട്ട് രണ്ട് കിട്ടും. അപ്പൊ ഒരു സുഖം കിട്ടും. അതൊക്കെ മതി ജീവിതത്തിൽ നമുക്ക്. കോളേജ് ലൈഫ്. ബസ്സിലെ യാത്ര ഫണ്ണല്ലേ വേണ്ടത്. അല്ല ഇത് ഉമ്മാതെ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറയാം. താൻ എത്രയും പെട്ടെന്ന് ഇതേപോലെ തന്നെ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വീട്ടിലാവാം, ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡോ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ആവാം. ആരുമായിട്ടുള്ള പ്രശ്നമാവാം. അപ്പൊ അത് നോക്ക്. ഞാൻ കേട്ടോണ്ടിരുന്ന പാട്ടിന്റെ പ്രശ്നമാണോ? അത് ശരിയാ കേട്ടോ. ഏത് പാട്ടായിരിക്കും കേട്ടത്? അതായിരിക്കും. അപ്പോഴല്ലേ പല്ല് കടിച്ച് അപ്പൊ തന്നെ എടുത്ത് ചുറ്റിയൊക്കെ എടുത്ത് കരങ്ങളിൽ ചുറ്റിയെടുത്ത് അത് കഴിഞ്ഞപ്പോ അവിടെ തൂക്കുകയും ചെയ്തു. അവിടെ തൂക്കി കൈയോടെ നോക്കി. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അല്ല ആ കൊച്ചിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു
സൈക്കോളജിസ്റ്റിന്റെ വേണ്ട സൈക്കോളജിസ്റ്റ് ചെയ്യാത്തില്ല, പോയി സൈക്കോളജിസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു. ട്രോമ എന്ന് പറഞ്ഞിട്ട് എന്ന് കഴിഞ്ഞാൽ ട്രോമ പറയുന്നില്ല. ട്രോമ റിവിട്രോമി അല്ല, റിവിട്രോമി, ആട് ട്രോമ, അങ്ങനെ ഓരോ ട്രോമ കഥകൾ. ആട് ട്രോമയുടെ ട്രോമയാണോ ട്രോമ? ആട് ട്രോമയുടെ ട്രോമ പറയാതെ ആട് ട്രോമ ഇറങ്ങിയിട്ട് മുണ്ട് പറഞ്ഞിട്ട് ആടിന്റെ ഞങ്ങൾ ചോര പിടിക്കുന്നത് ജീവന്റെ അങ്ങനെ ട്രോമ. പിന്നെ മറ്റേ ട്രോമി തങ്കച്ചൻ, കുറച്ച് ട്രോമകളുണ്ട്. ട്രോമിൻ തച്ചങ്കരി, ട്രോമിൻ തച്ചങ്കരി, ട്രോം ട്രോമാഞ്ചെറി. ഇനി ട്രോമ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, നമുക്ക് എങ്ങനെ ചിരിക്കാതിരിക്കട്ടെ. മര്യാദക്ക് ട്രോമയാണെന്ന്, ട്രോമ പറയുന്നില്ലെന്ന് മര്യാദക്ക് അടക്കം ചോദിച്ചാൽ നിനക്ക് കൊള്ളാം. ട്രോം ക്രൂയിസ്, പ്രദേശത്തെക്കാളും കണ്ടല്ലോ മയിലിനെ പൊക്കി പിടിച്ച ട്രോമ കൂടും. ഇനി അതിനൊരു പരിഗണന തരുന്നതല്ല. ഇനി അതില്ല, കഴിഞ്ഞു. എടുത്ത സൈഡിൽ കൂടെ പോക്കോളാം. അല്ലാതെ ഇത് നോക്കി എടുത്തോണ്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്തടത്തോട്ട് വരും. അതുവഴി നോക്കും അല്ലെ, ആ വഴി ട്രോമയാന്നും പറഞ്ഞുകൊണ്ട് തന്നെ നടന്ന് നോക്കൂടുക. നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വിടും, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ചരിത്രമുണ്ട്. ടോം ഹാങ്ക്സ്, എല്ലാം ട്രോമയാ. ടോം ഹോളണ്ട്, ഓ ടോമി, ടോമി കുരിശിങ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ കൊച്ചിനെന്തോ ഉണ്ട്. കൊച്ചു പോയി എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, എന്നിട്ട് ഈ കാര്യം പറയാം. അപ്പൊ ഡോക്ടർ തീരുമാനിക്കും സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കോതെറാപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ടോ. സൈക്കോളജിസ്റ്റിന്റെ അടുത്തോട്ട് പോയിട്ട് കാര്യമില്ല, കാരണം അവർ തിരിച്ചാ ചെയ്തോണ്ടിരുന്നത്. ഇത് തെറ്റിപ്പോയി. കാരണം ഡോക്ടർ വേണം പറയാൻ, അല്ലേ, ഇത് ഇത്ര ഉള്ളെന്ന്. അല്ലാതെ ഈ സൈക്കോളജിസ്റ്റ് അടുത്ത് വന്നിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അവർ പറ്റിക്കുന്നവരാ കൂടുതൽ. കച്ചവടക്കാരാ. അതുമല്ല, ഈ ക്രാഷ് കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് ഓൺലൈനിൽ ഇരുന്ന് തൊലിക്കുന്ന കുറെ അലമ്പ് ടീംസ് ഉണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരു അനുഭവം ഇല്ല. ഇങ്ങനത്തെ ആൾക്കാർ ആദ്യമായിട്ട് കാണുക. സത്യം, ആദ്യമായിട്ട് ഒരു ജീവിതത്തിൽ ഒരു പുറത്തിറങ്ങിയ ഒരാളോട് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഐറ്റങ്ങളാണ് കൂടുതൽ ഞാൻ കണ്ടിടത്തോളം. ഒന്നിനെ കൊള്ളത്തില്ല. അതുകൊണ്ട് തിരിച്ചു ചെയ്യണം. അതായത് ഇത് കറക്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കുറെ പൈസയൊക്കെ ഒത്തിരി പേരുടെ പോയിട്ടുണ്ട്. പക്ഷെ അതിന് നോക്കണ്ട, ചെയ്യാൻ പറ്റുന്ന കാര്യം നേരെ ഡോക്ടർ വേണേ പറയട്ടെ ഇങ്ങനെ സാധനം ആവശ്യമുണ്ടെന്ന്. അല്ലാതെ നേരെ അപ്പുറത്ത് ചെന്ന് ചിലപ്പോൾ അവരെ പറ്റിക്കും. അവർ അവിടെ ഇരുത്താൻ സാധ്യതയുണ്ട്. ഡോക്ടറെ അടുത്ത് പറഞ്ഞു വിടാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായോ? ഡോക്ടർക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. അവര് നോക്കിയിട്ട് പറയട്ടെ ഇത് സൈക്കാട്രിക് കണ്ടീഷൻ അല്ല എന്ന് പറയണം, അല്ലേ? അല്ലാതെ ഒരു സൈക്കോളജിസ്റ്റ് എടുത്ത് എന്നിട്ട് ഇത് സൈക്കാട്രിക് ആണെന്ന് നമ്മൾ പറയാനോ അവന് പറയാനോ വെയിറ്റ് ചെയ്യരുത്. കൂടുതൽ ഈ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അതിന് ഒരു ബോധവും ഇല്ല, ഒന്നിനും അറിയത്തില്ല. ഒരു കോഴ്സ് ചേച്ചിമാരെ കൂടുതൽ വീട്ടിലിരുന്നവര് കുറെ പേര് ഇറങ്ങിയിട്ട് ക്രാഷ് കോഴ്സും മറ്റൊക്കെ പഠിച്ചിട്ട് ഓൺലൈൻ കോഴ്സൊക്കെ പഠിച്ച ടീമുകളുണ്ടോ. എന്നിട്ട് ചാറ്റ് ചോദിക്കണോ ഒരു കാര്യം കേസ് കിട്ടിയ ചോദിക്കുക. GPT പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്നിട്ട് മലയാളത്തിൽ പറയും. ഈ വന്നിരിക്കുന്ന പിള്ളേർക്ക് മിടുക്ക് ഭയങ്കര സൂപ്പറാ, ഇതാണല്ലേ എന്റെ അസുഖത്തിന്റെ പേര്, എന്നിട്ട് ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ല. കുറച്ചു നേരം സംസാരിച്ച ഇവിടെ ആർക്കാണല്ലോ ഒരു ഇതൊക്കെ തോന്നുന്നത്. അതുമല്ല, കുറച്ച് പേരൊക്കെ അടിച്ചു കൊടുത്താൽ മതി അവർക്ക്. ഇവരത് കേട്ടിട്ട് ഇറങ്ങി അങ്ങ് പോകുമ്പോ ഇതാണ് ഇനി അങ്ങനെ വേണം മാനേജ് ചെയ്യാൻ. അതും ഈ ചാറ്റ് GPT പറഞ്ഞു കൊടുക്കും. അത് ഈ പെണ്ണ് തന്നെ അടിച്ചു നോക്കിയാലും കിട്ടും. അത്ര ഇവര് ചെയ്യുന്നുള്ളൂ. അല്ല, ഇവർക്ക് എന്ത് പഴം പറഞ്ഞിട്ട് ജീവിതത്തിൽ ഇതുവരെ ഒരു അനുഭവം ഇല്ലാത്തവങ്ങളൊക്കെ ഇറങ്ങിയിട്ട് സാരിയും ചുറ്റിരിക്കുന്നതാണ് ചിലത്. അത് വേണം, അല്ലാതെ നടക്കത്തില്ല. മറ്റേതാണ് ഡോക്ടർ എന്ന് ഇത്തിരി കേസ് കാണുന്ന അയാള് പഠിച്ചതുവാ. ഇതുങ്ങളെ പോലത്തെ ഉടായ്പല്ല, തിയറി മാത്രമല്ല, പ്രാക്ടിക്കലോട്ട് ഉടായ്പ കോഴ്സല്ല പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. മോള് പോകേണ്ടത് സൈക്കാട്രിസ്റ്റ് എടുത്ത് പോയിട്ട് അയാൾ പറയട്ടെ സൈക്കാട്രിക് ഡിസോർഡർ അല്ല, മെഡിസിനോ അല്ല മറ്റു ട്രീറ്റ്മെന്റോ തെറാപ്പി വേണമെങ്കിൽ അവർ തന്നെ അവരുടെ കൗൺസിലിംഗ് ഇത് ചെയ്യും. നല്ല സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അവർ ചെയ്യും. അല്ലാതെ ഈ ഉടായ്പ പോയിരിക്കുന്നത് കാശ് പോകും. അതെ, എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള 10-15 വർഷം ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അല്ലാതെ ഈ കോഴ്സ് ഒക്കെ നോക്കണം. ഉടായ്പ ടീംസ് ആണെങ്കിൽ ഒഴിവാക്കുക, രക്ഷപ്പെടാൻ നോക്കുക. അല്ലെ ട്രോമ കുറഞ്ഞ കരങ്ങളോടെ ഇങ്ങനെ നടക്കേണ്ടി വരും. ചുമന്ന കരങ്ങളോടെ അത്രേ ഉള്ളൂ. ചുവപ്പ് എന്നുള്ള ചുവന്ന അതാണോ? അതാക്കി കഴിഞ്ഞാൽ ട്രോമ ചുവന്ന കരങ്ങളോടെ ചോര പുരണ്ട കൈകൾ ചോര പൂണ്ട കരങ്ങൾ മലർത്തി കാട്ടിയോർ ഇറങ്ങിയിട്ടുണ്ട്. ജലപീരയ്ക്ക് പണിയായി വൻ പരിപാടി. വെള്ളം കുറെ ആവശ്യം വരും. അതെ അതെ അതെ.
ഏതോ സിനിമയ്ക്ക് വേണ്ടി കുറെ ലിറ്റർ വെള്ളം വെള്ളം കുറെ പോവും. വെള്ളം കുറെ പോകും മിക്കവാറും. കോൺഗ്രസിന്റെ വെള്ളം കുറെ പോകും. എന്തോ അവസ്ഥയായിരിക്കും അവിടെ ഒക്കെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ ഉണ്ടല്ലോ ആ ഏരിയയിലൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ബോറാന്ന് പറയുന്നത്. ഇത്രയും കൊല്ലം 10 കൊല്ലം ഒരു പഴവും ഒരുമിച്ചോ മറ്റേ സാധനമൊക്കെ കോൺഗ്രസ്സുകാരെ അതൊന്നും കൊള്ളത്തില്ല. ഇനി ജലപീരങ്കി ചീറ്റുമ്പോഴത്തേക്കിനും മറ്റേ ഇതൊക്കെ ആയിരിക്കും തെറിച്ച് വരുന്നത്. ഏത് ഇതിന്റെ മറ്റേ മഹാളിയുടെ കൂട്, മറ്റേ ഇത് തേനീച്ച കൂട്. ഇവര് കോൺഗ്രസ്സുകാരെങ്ങനെ കോൺഗ്രസ്സുകാരെ BJP-ക്കാരാണോ അറിയില്ല, എന്തോ ഒരു പ്രതിഷേധം നടത്തി കഴിഞ്ഞപ്പോഴേക്കും ജലപീരങ്കി ഉപയോഗിച്ചിട്ട് തുരുമ്പുള്ള വെള്ളം മേത്തടിച്ചു. സെപ്റ്റിക്കായിരുന്നു അത് സംഭവിക്കും കേട്ടോ. ആദ്യം പോയി ജലപീരങ്കിക്ക് മുന്നിൽ നിൽക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചേക്കണേ. കാര്യമുണ്ട്. എന്തുവാ മറ്റേ ഇത് മുദ്രാവാക്യം സെപ്റ്റിക് ആകുന്നവരുടെ മുദ്രാവാക്യം ഇല്ലേ? ഏത് ജലപീരങ്കിയിൽ നിന്നും തുരുമ്പും തുരുമ്പിച്ച വെള്ളവും ചീറ്റി വന്ന് തുരുമ്പിന്റെ ചീള് നിറച്ച് സെപ്റ്റിക് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ മുദ്രാവാക്യം താനല്ലേ പറഞ്ഞത്? എന്തോ ഒരു മുദ്രാവാക്യം ഉണ്ട്. എന്താ? സെപ്റ്റിക് ആക്കാൻ നോക്കണ്ട, സെപ്റ്റിക് ടാങ്കിൽ ഉള്ളവരാ, സെപ്റ്റിക് ടാങ്കിൽ ഉള്ളവരാ, മുളച്ചവരാ, സെപ്റ്റിക് ടാങ്കിൽ മുളച്ചവരാ, സെപ്റ്റിക് ആക്കാൻ നോക്കണ്ട. ജയ് ബോലോ ജയ് ബോലോ സെപ്റ്റിക് ടാങ്ക് ജയ് ബോലോ. അങ്ങനല്ല, ജയ് ബോലോ ജയ് ബോലോ സെപ്റ്റിക് ടാങ്ക് ജയ് ബോലോ. കോൺഗ്രസ്സുകാരാണ് എന്തായിരിക്കും വിളിക്കുന്നത്? ഇവിടെ എന്തോ നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ജോബ് ഇവിടെ മറ്റേ ജോബ് ഫെസ്റ്റിവലോ അല്ല, അത് ആർക്കറിയാം. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെങ്കിലും കാണേണ്ടി വരും. നിങ്ങള് നേതാക്കളെല്ലാരും മാറിയിരിക്കുക, അണികളെ കേട്ടു. അതെ തന്നെ, അതായത് മണ്ടന്മാരുണ്ടാവും ഈ ആടി ഇറങ്ങി ആണല്ലേ മേടിക്കട്ടെ. അത്രേ ഉള്ളൂ. തുരുമ്പ് ഇരുമ്പിനൊക്കെ ഉള്ള അടി അവര് മേടിക്കട്ടെ. മാറിയിട്ടെ മൂപ്പിച്ചു വിട്ടാൽ മതി, അവര് പോയി കേറിക്കോളും. അപ്പൊ ശരി, ബൈ വെച്ചോ.